ഏതുമലമേലങ്ങറജൂനൻ തപസ്സിരിപ്പു കൈലാസമലമേലറജൂനൻ തപസ്സിരിപ്പു ഒറ്റക്കാമേലങ്ങൊരു വെച്ചു നിന്നീനവൻ മറ്റേ കൈ കൊണ്ട് ചുരുകയും തടവീമല്ലേ. എന്റെ അമ്പാനെ ഇതൊരു മിരുകമേടോ എന്റെ മിരുകത്തെ കടുങ്ങന തരിക വാർത്ത തിരുവൻ തന്നില്ല വില്ലിങ്ങി തരിക വേണം വില്ലും ശരത്താലെ പട പോരും വേട ഞാനേ. ഇവിടെ പല പല ആചാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വേടം പാട്ട്. അതെന്ന് പറഞ്ഞാൽ പാട്ടുണ്ട്. നമ്മുടെ അപ്പനും അപ്പൻ്റെ ഏട്ടനും അപ്പാപ്പനും അവരിലുള്ള സമയത്ത് അനവധി കുറേ കൊല്ലമായി ഇത്. അപ്പോൾ ആ താള പരമ്പരയായിട്ട് അവർ മരിച്ചു. അതിന് ശേഷം അവരെ മക്കൾ ചെയ്തു. അവരെ മക്കൾ നമ്മളപ്പം മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നു. നമ്മൾ വലിയച്ഛൻ മരിച്ച ശേഷം അങ്ങനെ തുടർന്ന് ഇരുന്നതാണ്. പരമ്പരാഗതമായിട്ട് ഇത് ഇവിടെ ഇല്ലതാണ്. കർക്കിടക മാസം തികച്ചും പാടേണ്ടതാണ്. നമ്മുടെ ഈ നാട്ടിൽ വലിയ രാജ്യമാണ്, പരന്ന രാജ്യം, കുറേ ഇടത്തിൽ പോകണം. അപ്പോൾ ഈ കർക്കിടക മാസം തേച്ചും ഉണ്ടാവില്ല. 3 അവകാശികൾ ചേർന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒന്ന് ഇടക്കേപ്പുറം, ഒന്ന് അമ്പലപ്പുറം, ഒന്ന് പൂവപ്പുറം. 3 അവകാശികൾ ചേർന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇതിൻ്റെ മറ്റുള്ള പ്രയാസങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ. അത് ഈ ജ്യേഷ്ഠ ഒരു പഞ്ഞമാസമെന്ന് പറയാം. കർക്കിടക മാസം ജ്യേഷ്ഠ വിളയാടുന്ന സമയമാണ്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേടരൂപം എടുത്തിട്ട് ആദിവേടൻ അങ്ങനെ പറയാം. ഈ ആദിവേടൻ്റെത് എന്ന് പറഞ്ഞാൽ പാശുപതാസ്ത്രം കൊടുത്ത ഒരു കഥയാണ്. അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഈ ഒരു വനവാസ കാലത്ത് അർജുനൻ ഈ പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് കൈലാസത്തിൽ തപസ് ചെയ്യുന്നു ഭഗവാന്. അപ്പോൾ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ഒരു അസുരനുണ്ട്, മൂകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. ആ അസുരൻ ഒരു മുനിയുടെ ശാപത്താൽ പന്നിയായിട്ട് വേഷം പൂണ്ടിട്ട് ഒരു ഗുഹയിൽ താമസിക്കുന്നുണ്ട്. അത് ദുഷ്ടനാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ ഒറ്റക്കാലിന്മേലാണ് തപസ് ചെയ്യുന്നത് അർജുനൻ. അപ്പോൾ കുറേ വർഷം അങ്ങനെ തപസ് ചെയ്താലും പാർവതി പറഞ്ഞു ഇങ്ങനെ ആക്കുന്നു, ഇത് കൊടുത്തൂടെയെന്ന്, ആ വരം കൊടുത്തൂടെയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു ആയിട്ടില്ലാണ്, ഒന്ന് പരീക്ഷ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശിവൻ കാട്ടാളൻ്റെ വേഷമായിട്ട് പാർവതി കാട്ടാളെത്തി. പിന്നെ ഭൂതഗണങ്ങൾ ഒപ്പരം കാട്ടാളന്മാരായിട്ട് ഇങ്ങനെ കാട് ഇളകിയിട്ട് വരുന്നതാണ്. കാട് ഇളക്കിയിട്ട് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാനിയും പിന്നെ കുരങ്ങിനെയും മയിലിനെയും എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒച്ച കേട്ടിട്ട് ഈ പന്നി ഗുഹയിൽ നിന്ന് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഉള്ളിലാണ് താമസം. അപ്പോൾ ആടെ ശിവൻ അമ്പ് ചെയ്തു. ആ അമ്പ് കൊണ്ടിട്ട് പന്നി പോയിട്ട് വീണത് ഈ അർജുനൻ തപസ്സിരിക്കുന്ന അടുത്തേക്കാണ്. അപ്പോൾ കരുതിയിട്ട് പോകുമ്പം അർജുനൻ പറഞ്ഞു ഇത് ഞാനൊരു ഇട്ടതാണ് അല്ല. അന്നേരം ശിവൻ പറഞ്ഞു, കാട്ടാളൻ പറഞ്ഞില്ല എൻ്റെ അമ്പാലാന്ന് കൊണ്ടിന് എന്ന് പറഞ്ഞില്ല. ഇവർ ഭാഗവതായി ഭയങ്കര തർക്കമായിട്ട് പറഞ്ഞു. പിന്നെ അവർ കലഹത്തിലേക്ക് എത്തി, അടിയോട് പിടിയോട് എത്തി. അങ്ങനെ തമ്മിൽ അന്നേരം പാർവതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അർജുനൻ വില്ലാളി വീരനല്ലേ, അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം പാർവതി ഒരു ശവിക്കുന്നു, ചില നിൻ്റെ ബാണമെല്ലാം പുഷ്പമായി പോകണം, കൊള്ളാൻ പാടില്ല, നല്ല പുഷ്പമായിട്ട് വരട്ടെ എന്ന്. അങ്ങനെ കിരാതനും അർജുനനും കളക്കിച്ച് അടിച്ചും പിടിച്ചും പൽകടിച്ചുടൻ അടിച്ചു തമ്മിൽ എന്ന് പറയാം. അടിച്ച ശരാരത്തെ പിടിച്ചു ഗംഗയുമപ്പോൾ മിടുക്കുള്ളടി കൊണ്ടങ്ങുടനെ വിശ്വരൂപം പോകും. എന്നുവെച്ചാൽ ആ വില്ലുകൊണ്ട് ശിവൻ്റെ തലക്കടിക്കുന്നു. ആ തലക്കടിക്കുമ്പോഴാണ് ആ ശരിക്കും പ്രത്യക്ഷ രൂപമായിട്ട് വരുന്നത്. അന്നേരം പറയും അയ്യോ ഭഗവാനെ അടിയാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്, എല്ലാം പൊറുക്കണം, എനിക്ക് വേണ്ടുന്ന വരം തരണം എന്ന് പറഞ്ഞിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ മൂകാസുരനെ കൊല്ലുകയും ചെയ്തു. 2 ലക്ഷ്യമെന്നുണ്ടായിരുന്നു ഭഗവാൻ. ഈ പാശുപതാസ്ത്രം എടുത്തിട്ട് അതിനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ്. എന്നിട്ട് അത് പിന്നെ മറ്റുള്ള വീടുകളിലെ മാരിയും ചൂരിയും മെയ്യലസിയും ഈ പഞ്ഞമാസം എന്ന് പറയും കർക്കിടക മാസത്തിന്. അപ്പോൾ ഈ ജ്യേഷ്ഠാബോധി എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ട്. അതെല്ലാം ഒഴിഞ്ഞു പോകാനും ഒരു കുരിശി കൂട്ടണം. ഈ ഭസ്മം കലക്കിയിട്ട് അത് ഒഴിഞ്ഞിട്ട് കുട്ടികളെയും എല്ലാവരും തറവാടെല്ലാം ഒഴിഞ്ഞിട്ട് ഒരു തിരിയും കത്തിച്ചിട്ട് അങ്ങനെ. അതാണ് ഞങ്ങൾക്ക് സങ്കല്പം. വേടം മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ദേവക്കൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ തെക്കുംപാട്, അത് സ്ത്രീ കിട്ടുന്നതാണ്. അത് കുറച്ച് പ്രായമാവണം. അവിടെ പിരീഡിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ 9-ാം വയസ്സ് മുതൽ തുടങ്ങും. പ്രായം കൂടി വരുന്നതിന് പെൺകുട്ടികൾ അങ്ങനെ കെട്ടിക്കൂല. പിന്നെ അവർക്ക് അതിൻ്റെതായ മാറ്റം വരുമ്പോൾ പിന്നെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ കെട്ടിക്കും. ആൺകുട്ടികൾ 10, 12, 15, 16 വയസ്സ് വരെ കിട്ടും. ആൺകുട്ടികൾ കിട്ടും, പെൺകുട്ടികൾ അങ്ങനെ കിട്ടൂല. ചെറിയ പ്രായത്തിൽ മാത്രം. ഇങ്ങനെയില്ലേ, ചെറിയ പ്രായത്തിൽ മാത്രം. വലുതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യില്ല. അസ്ത്രം പൊഴിയുന്ന
താൻ വില്ലിന്റെ കുലയും താത്ത് വില്ലി കുലതാ. ആ പാറ ആടി എന്ന് പറയും അത് ഇപ്പോൾ ഇരുവണ്ണാൻ സമുദായം കിട്ടുന്നത്. നമ്മൾ മലയ സമുദായമല്ലേ, നമ്മൾ വേടനാണ്. അവർക്കാണ് ആടി കെട്ട്. അത് കർക്കിടം 28-ാം ദിവസമാണ് അവർ വരിക നമ്മൾ ഈ നാട്ടിൽ. അത് പാർവതിയായി സങ്കല്പിച്ചിട്ട്. ഇത് ശിവൻ. മേടം കഴിഞ്ഞാൽ വേറെ തെയ്യൂലല്ല, മേടം ഇടപ്പം വരെ ഉണ്ടാവും. പിന്നെ 6 മാസം പിന്നെ ഇല്ല. പിന്നെ കർക്കിടത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത തുലാവം വരണം. തുലാപ്പത്ത് മുതലാണ് ഇനി രണ്ടാമത് ആദ്യം തുടങ്ങും തെയ്യത്തിൻ്റെ. മറ്റേ അത്ര വരെ വേറെ ഒന്നുമില്ല, തെയ്യായിട്ടില്ല, ഒന്നുമില്ല. ഇതന്നെ. അയ്യോ ഭഗവാനെ തിരുമേനി അറിഞ്ഞതില്ല, അയ്യോ ഭഗവാനെ തിരുവേഷം അറിഞ്ഞതില്ല, അടിയൻ ചെയ്തുള്ള ഒരു തെയ്യത്തിന് എന്ന് പറഞ്ഞാൽ തോട്ടം വേണം, അതിൻ്റെ മരവിളി വേണം, അതിൻ്റെ വാതാല് വേണം, ഇതിൻ്റെ കലാശങ്ങൾ വേണം, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളല്ലേ ഒരു തെയ്യം പൂർത്തിയാവുള്ളൂ. അത് വർത്താനം പറയാനാവണം, പിന്നെ തോട്ടം പിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പനും അപ്പാപ്പന്മാരും പറഞ്ഞു തന്നതും കൂടാണ്ട് നമുക്കത് അത് പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം, ഈ ഓലപ്പണി പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഒരു തെയ്യത്തിൻ്റെ അവസ്ഥയിൽ. അപ്പോൾ ഇതെല്ലാം ഓരോ ദിക്കുന്നു കണ്ടിട്ടും കേട്ടിട്ടും ആയിട്ടും അങ്ങനെ മനസ്സിലാക്കും. പിന്നെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല അതും അങ്ങനെയല്ലാന്ന് ഞങ്ങൾ ശീലിക്കല്. അധികം നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ ഉദാഹരണം അവരും പറഞ്ഞു തന്നിട്ടില്ല തന്നെയാണ്. അതിൻ്റെ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ചിട്ട പോലെ നമുക്ക് ചെയ്യാം. ആടിയിലെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ആടി ഇങ്ങനെ നടന്നു വരുന്നത് അതുപോലെ തന്നെ. അതപ്പോൾ പല ക്ഷേത്രത്തിലും പല തലത്തിലും ഉണ്ടാവുക സമ്പ്രദായങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതിൽ നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇങ്ങനെ തന്നെ ഗുരുനിലയിൽ നിന്ന് പഠിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കത് ആവില്ല. നമ്മൾ ഗുരുനില എന്ന് പറഞ്ഞാൽ ഗുരുകാരന്മാരായിട്ടില്ല അവർ, അപ്പനും മുത്തശ്ശന്മാരും അവരും തന്നെ. പണ്ട് ഇത്തിരിത്തുന്ന അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്കെല്ലാം പോയാൽ ഒരു സംശയം ഒരാളുണ്ട് നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ഒരറിയുന്ന ഒരാളുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇത് എത്രയും പഠിച്ചാലും തീരാത്ത സംഭവമാണ്. ഇപ്പോൾ പിന്നെ ചെറുപ്പം മുതൽ പ്രായമായിട്ട് മരിക്കുന്നവരെ പഠിച്ചാലും തീരുമില്ല. അത്രയും ഉണ്ട് പഠിക്കാൻ. ഓരോരോ തെയ്യത്തിന് എത്രപ്പാട് തോറ്റുണ്ടെന്ന് പറയാം. തേച്ചു അല്ലെങ്കിലും ഏകദേശം നമുക്ക് അറിയണ്ടേ. അത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാവരും അതെ, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും അത് പഠിച്ചാൽ തീരാതെയാണ്. ഇത് പഠിച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജോലി കിട്ടും. അത്ര വലിയ സംഭവമാണ് ഇത്, പഠിച്ച് തീർക്കാനാവില്ല. എല്ലാവരും എല്ലാ പണിയെടുക്കും, എല്ലാം ചെയ്യും. തോട്ടും ചെല്ലും, തെയ്യവും കിട്ടും, ചണ്ടിയും കിട്ടും, എല്ലാം പണിയും എടുക്കും, എല്ലാം ചെയ്യും. അതിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും എല്ലാം പഠിക്കണം. അതാണ് ഒരു തെയ്യക്കാരനാണെങ്കിൽ അങ്ങനെയാണ്, എല്ലാം ഏകദേശം അറിയണം. തികച്ചില്ലെങ്കിലും പക്ഷെങ്കിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു തെയ്യക്കാരൻ്റെ അവസ്ഥ. അങ്ങനെയാണ് ഇത് പറയുക. ഒരുപാട് ഇതുണ്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ. ഒരു തെയ്യത്തിൻ്റെ ആ ഒരു തോറ്റം പഠിക്കില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു രീതി ആയിരിക്കില്ല മറ്റൊരു തെയ്യത്തിന്, അതുപോലെ ആയിരിക്കില്ല വേറൊരു തെയ്യത്തിന്. അതെല്ലാം മാറ്റമാണ്. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് തന്നെ പഠിക്കണ്ടേ. അങ്ങനെ ചെല്ലിയിട്ട് തന്നെ പഠിക്കണം. ആ രാഗത്തെ തന്നെ ചെല്ലിയിട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. തോറ്റം പഠിക്കുമ്പം ആ തോറ്റം ചെല്ലുന്ന ആ സ്റ്റൈലില്ലേ. ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് വായിച്ച് പഠിച്ചിട്ട് മറ്റേ ചെല്ലാന്ന് പറഞ്ഞാൽ കിട്ടൂല. ആ ചെല്ലിയിട്ട് തന്നെ വരണം. എല്ലാം മനസ്സിലാവില്ല, പക്ഷെ നമുക്കത് തർജ്ജമ ചെയ്ത് തരും. അധികം പണ്ടത്തെ മലയാളം തന്നെ. പക്ഷേ ഇപ്പോഴത്തേതെല്ലാം ഏകദേശം തിരിയപ്പോൾ നമ്മളത് പകർത്തും. ഗ്രന്ഥാന്നല്ല അന്നേരം ഈ ഓലയിൽ എഴുതിയിട്ടില്ല ഗ്രന്ഥം. അത് നമുക്ക് വായിച്ചാൽ പ്രശ്നം മനസ്സിലാവില്ല. അത് അന്നേരം നമ്മളെ പൂർവന്മാർ അവരോട് ചോദിച്ചാൽ ഇന്നതാണെന്നത് അവർ നമുക്ക് എഴുതി തരും, പറഞ്ഞു തരും. അങ്ങനെ പഠിക്കുന്നതാണ്. ചിലത് ഗ്രന്ഥത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ചിലതൊന്നും തിരിയില്ല. അവരെ പഴയ മലയാളമല്ലേ. അതാണ് നമുക്കൊന്നും അതിൻ്റെ ഒന്നും തിരിയില്ല. അങ്ങനെയാണ്.